തൃശൂർ കോൺഗ്രസിൽ കലാപം പുതിയ തലത്തിലേക്ക്. തനിക്കെതിരെ അച്ചടക്ക നടപടിയുമായി വന്നാൽ പാർട്ടിക്കെതിരെ പല വെളിപ്പെടുത്തലും നടത്തുമെന്ന് കൗൺസിലർ ലാലി ജെയിംസ്. വിവാദങ്ങൾക്കിടയിൽ തൃശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചെയർപേഴ്സണായി CPIMലെ ഹണി പീതാംബരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ചാലക്കുടിയിൽ ആലീസ് ഷിബു. പുത്തഞ്ചേരിയിൽ ക്രിസ്മസ് കരോളിനിടയിൽ സംഘർഷം. DYFI പ്രവർത്തകർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറഞ്ഞ് മർദ്ദിപ്പിച്ചതായി പോലീസിൽ പരാതി. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ നേർന്നുകൊണ്ട് ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂർ കോൺഗ്രസിൽ കലാപം പുതിയ തലത്തിലേക്ക്. തനിക്കെതിരെ അച്ചടക്ക നടപടിയുമായി വന്നാൽ പാർട്ടിക്കെതിരെ പല വെളിപ്പെടുത്തലുകളും നടത്തുമെന്ന് കൗൺസിലർ ലാലി ജെയിംസ്. മേയർ തെരഞ്ഞെടുപ്പിൽ പാർട്ടി നേതൃത്വം പണം വാങ്ങി മേയർ പദവി വിറ്റെന്ന ആരോപണം ഉന്നയിച്ച ലാലിക്കെതിരെ പാർട്ടിയുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പറഞ്ഞിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴാണ് ലാലിയുടെ പരസ്യ വെല്ലുവിളി. രാജമ്പല്ലൻ ട്യൂഷൻ എടുക്കാൻ വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജമ്പല്ലൻ എന്ന് പറഞ്ഞ ആള് 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് എന്തു ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വ്യക്തതയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആ പാർട്ടി അച്ചടക്കം ഇന്ന് വരെയും പാലിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ? മറ്റേ മുൻ MLA-മാർക്കോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന 4 പേര് 5 പേരാണ് ഇതിനു വേണ്ടി മുഴുവൻ ചുക്കാൻ പിടിച്ചത്. ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല. അത് നിങ്ങൾ തീരുമാനിച്ചോളെ. അതായത് ഈ 5 പേര് ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത്. പലപ്പോഴായി എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. വിവാദങ്ങൾക്കിടയിൽ തൃശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്ത നിജി ജസ്റ്റിനെ കോൺഗ്രസ് നേതാക്കൾ ഷാളണിയിച്ചും തലയിൽ കിരീടം ചൂടിയുമാണ് സ്വീകരിച്ചത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നിജി ജസ്റ്റിനെ മേയർ കോട്ടണിയിച്ചു. 35 വോട്ടുകൾക്കാണ് നിജി ജസ്റ്റിൻ വിജയിച്ചത്. രാവിലെ മുതൽ തുടങ്ങിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് നിജി ജസ്റ്റിൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്തത്. 3 പേരുകളാണ് കോൺഗ്രസ് ഈ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്തിരുന്നത്. ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ, സൂബി ബാബു എന്നിവരുടേതായിരുന്നു പേരുകൾ. ലാലി ജെയിംസ് മേയറാവുമെന്ന സൂചനയുണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായാണ് നിജി ജസ്റ്റിനെ മേയറായി DCC പ്രസിഡന്റ് തീരുമാനിച്ചത്. അതിനിടെ നിജി ജസ്റ്റിനെ മേയറായി തീരുമാനിച്ചതോടെ കൗൺസിലർ ലാലി ജെയിംസ് രംഗത്തെത്തി. പാർട്ടിക്കെതിരെ ഗുരുതര ആരോപണമാണ് ലാലി ജെയിംസ് ഉന്നയിച്ചത്. പ്രതിഷേധങ്ങൾക്കിടയിൽ ലാലി ജെയിംസ് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നായിരുന്നു ആശങ്ക. പിന്നീട് അനിശ്ചിതത്വം അവസാനിപ്പിച്ച് ലാലി ജെയിംസ് വോട്ട് ചെയ്തു. ലാലി ജെയിംസും 2 സ്വതന്ത്ര കൗൺസിലർമാരും കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. കോൺഗ്രസിന് വോട്ട് ചെയ്ത ലാലി ജെയിംസ് തന്റെ പാർട്ടിക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ നടപടി വന്നാൽ പരസ്യ പ്രതികരണം നടത്തുമെന്ന് പ്രതികരിച്ചു. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി നഗരസഭ ചെയർപേഴ്സണായി കോൺഗ്രസിലെ ആലീസ് ഷിബുവിനെ തെരഞ്ഞെടുത്തു. വൈസ് ചെയർമാനായി കോൺഗ്രസിലെ KV പോളിനെ തെരഞ്ഞെടുത്തു. BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. TS മാത്യൂസ് വരണാധികാരിയായി. 37 അംഗ ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ആലീസ് ഷിബുവിന് 23 വോട്ട് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി അൽഫോൺസ ചാക്കോയ്ക്ക് 13 വോട്ട് ലഭിച്ചു. BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. സൂസി സുനിൽ ആലീസിന്റെ പേര് നിർദ്ദേശിച്ചു. റീന ഡേവിസ് പിന്താങ്ങി. അൽഫോൺസ ചാക്കോയുടെ പേര് ഉഷ പരമേശ്വരൻ നിർദ്ദേശിക്കുകയും ബിന്ദു ശശികുമാർ പിന്താങ്ങുകയും ചെയ്തു. ചാലക്കുടി നഗരസഭ വൈസ് ചെയർമാനായി കോൺഗ്രസിലെ KV പോളിനെ തെരഞ്ഞെടുത്തു. 37 അംഗ കൗൺസിലിൽ KV പോളിന് 23 വോട്ട് ലഭിച്ചു. LDF സ്ഥാനാർത്ഥി ജിൽ ആന്റണിക്ക് 13 വോട്ട് ലഭിച്ചു. വത്സൻ ചമ്പക്കര KV പോളിന്റെ പേര് നിർദ്ദേശിച്ചു. OS ചന്ദ്രൻ പിന്താങ്ങി. നിധിൻ പുല്ലൻ ജിൽ ആന്റണിയുടെ പേര് നിർദ്ദേശിക്കുകയും VJ ജോജി പിന്താങ്ങുകയും ചെയ്തു. BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. TS മാത്യൂസ് വരണാധികാരിയായിരുന്നു. വോട്ടെടുപ്പിന് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത് KV പോൾ ചുമതലയേറ്റു. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചെയർപേഴ്സണായി CPIMലെ ഹണി പീതാംബരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 46 അംഗ കൗൺസിൽ ഹണി പീതാംബരന് 25 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി BJPയിലെ ON ജയദേവന് 17 വോട്ടുകളുമാണ് ലഭിച്ചത്. സുമിത നിഹ്സാഫാണ് കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ. BJP കൗൺസിലർ പ്രജിഷ് ചള്ളിയിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചെയർപേഴ്സണായി CPIയിലെ ഹണി പീതാംബരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. 46 അംഗ കൗൺസിലിൽ ഹണി പീതാംബരന് 25 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി BJPയിലെ ON ജയദേവന് 17 വോട്ടുകളുമാണ് ലഭിച്ചത്. ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി VM ജോണിക്ക്
3 വോട്ടുകൾ ലഭിച്ചു. BJP കൗൺസിലർ പ്രജീഷ് ചള്ളിയിൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. ഹണി പീതാംബരന്റെ പേര് CPMലെ PN രാമദാസ് നിർദ്ദേശിച്ചു. CPI കൗൺസിലർ പടന്ന വാർഡിലെ രതീഷ് പിന്താങ്ങി. ജയിച്ച ഹണി പീതാംബരൻ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. റിട്ടേണിംഗ് ഓഫീസർ KK വിനോദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നീലാക്കമ്പാറ 9ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഹണി പീതാംബരൻ CPI മണ്ഡലം കമ്മിറ്റി അംഗമാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരെ നാളറിയാം. മാള ബ്ലോക്കിന് കീഴിലുള്ള പഞ്ചായത്തുകളിൽ അധ്യക്ഷ പദവി സംബന്ധിച്ച ഏതാണ്ട് ധാരണയായി. നാളെ രാവിലെ അധ്യക്ഷന്മാരെയും ഉച്ചയ്ക്ക് ശേഷം ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുക്കും. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ UDFലെ സുഭാഷിണി രാജീവ് പ്രസിഡന്റാകും. ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗം വനിതാ സംവരണമായതിനാൽ എതിർ സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൃത്യമായി ധാരണയൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ ആകെയുള്ള 14 അംഗങ്ങളിൽ UDFന് 11ഉം LDFന് 3 അംഗങ്ങളാണുള്ളത്. മാള പഞ്ചായത്തിൽ CPM പ്രതിനിധി PK രാധാകൃഷ്ണനായിരിക്കും പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ആദ്യ 2 വർഷം CPMഉം തുടർന്ന് CPI പ്രതിനിധിയും പ്രസിഡന്റാകാനാണ് LDF ധാരണ. CPIയിൽ നിന്നുള്ള സിനി ബെന്നിയാകും ആദ്യ 2.5 വർഷം വൈസ് പ്രസിഡന്റ് എന്നാണ് ധാരണ. മാള പഞ്ചായത്തിൽ ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയാണ്. ഒരു സ്വതന്ത്ര പിന്തുണയോടെയാണ് LDF വലിയ മുന്നണിയായി മാറുന്നത്. പൊയ്യ പഞ്ചായത്തിൽ UDFലെ ഔസേപ്പച്ചൻ ജോസിനെ പ്രസിഡന്റാക്കാനാണ് ധാരണ. ഔസേപ്പച്ചൻ ജോസ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ്. വൈസ് പ്രസിഡന്റായി ജോളി സജീവിനെ തിരഞ്ഞെടുക്കും. ടേം വ്യവസ്ഥ ഉണ്ടായാൽ ജോളി സജീവ് പ്രസിഡന്റ് സ്ഥാനം കൂടി പിന്നീട് പങ്കിട്ടേക്കും. 16 അംഗങ്ങളിൽ UDFന് 9 പേരുണ്ട്. LDF 6, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് പൊയ്യയിലെ കക്ഷിനില. കുഴൂരിൽ പ്രസിഡന്റ് സ്ഥാനം 2.5 വർഷം വീതം കോൺഗ്രസ് പങ്കിടും. ആദ്യഘട്ടത്തിൽ മുൻ പ്രസിഡന്റ് സിൽവി സേവ്യർ ആയിരിക്കും പ്രസിഡന്റ്. തുടർന്ന് ബിജി വിൽസന് നൽകും. വൈസ് പ്രസിഡന്റായി ജോജോ തിരഞ്ഞെടുക്കപ്പെടും. കുഴൂരിൽ ആകെയുള്ള 15-ൽ കോൺഗ്രസ് 11, LDF, NDA എന്നിവർ 2 വീതം എന്നിങ്ങനെയാണ് കക്ഷിനില. മീഡിയ ടൈം, മാള. പുത്തഞ്ചിറയിൽ ക്രിസ്മസ് കരോളിനിടയിൽ സംഘർഷം. DYFI പ്രവർത്തകർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറഞ്ഞ് മർദ്ദിച്ചതായി പോലീസിൽ പരാതി. എന്നാൽ മാള പോലീസ് പരാതിക്കാർക്കെതിരായാണ് കേസെടുത്തതെന്ന് നാട്ടുകാർ ആരോപിച്ചു. പുത്തഞ്ചിറ പകരപ്പള്ളി അമ്പലത്തിന് സമീപം ഡിസംബർ 24-ന് രാത്രി നടന്ന ക്രിസ്മസ് കരോൾ പരിപാടിക്കിടെ സംഘർഷമുണ്ടായ സംഭവത്തിൽ DYFI പ്രവർത്തകർ മദ്യപിച്ചെത്തി സ്ത്രീകളെയും കുട്ടികളെയും അപമാനിച്ചതായി പരാതി. പ്രദേശത്തെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട സംഘമാണ് കരോൾ നടത്തിയത്. ഇതിനിടെയാണ് മദ്യപിച്ചെത്തിയ DYFI പ്രവർത്തകർ സ്ത്രീകളെയും കുട്ടികളെയും അസഭ്യം പറയുകയും ജാതിപ്പേര് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തതെന്നുമാണ് ആരോപണം. ഈ 2-3 സ്ത്രീകളെ ഭയങ്കരമായ അസഭ്യം പറഞ്ഞു. അസഭ്യം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് നിൽക്കാൻ പറ്റാത്ത അസഭ്യങ്ങളാണ് അവർ പറഞ്ഞത്. അതുമാത്രമല്ല ജാതിപ്പേര് വിളിക്കുക, എൻ്റെ ഒരു കണ്ണിന് വയ്യാത്തതാണ്, ആ കണ്ണിനെ പറ്റി അവർ പറയുക. ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ അസഭ്യങ്ങൾ പറഞ്ഞത്. ഇത് കേട്ട് നിന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ വരെ ഉണ്ടായിരുന്നു. അവരൊക്കെ അവരെ ചോദ്യം ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്ത BJP പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. ഇതേ തുടർന്ന് സംഭവത്തിൽ പരാതി നൽകുന്നതിനായി സ്ത്രീകൾ അടക്കമുള്ള സംഘം ഡിസംബർ 25-ന് രാവിലെ 11 മണിയോടെ മാള പോലീസ് സ്റ്റേഷനിൽ എത്തി. ഉച്ചയ്ക്ക് 1:30 പരാതി നൽകി. പരാതിയുടെ റെസീറ്റ് ലഭിച്ച ശേഷം ഇവർ മടങ്ങിപ്പോയി. എന്നാൽ ഇന്നലെ വൈകിട്ടായപ്പോഴാണ് സംഭവത്തിൽ തങ്ങളെ പ്രതികളാക്കി DYFI പ്രവർത്തകന്റെ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായി ഇവർ അറിയുന്നത്. തങ്ങളുടെ പരാതിയിൽ ഇതുവരെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിലാണ് എന്നുമാണ് SHO സജിൻ ശശി അറിയിച്ചതെന്ന് ഇവർ ആരോപിക്കുന്നു. ഞങ്ങൾ കൊടുത്ത പരാതിയിൽ യാതൊരു നടപടിയും എടുക്കാതെ കരോൾ സംഘത്തിന് നേരെ ആക്രമണം നടത്താൻ തയ്യാറായ ആളുകൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാതെ അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഇവിടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കള്ളപ്പരാതിയുടെ പേരിലാണ്. കള്ളപ്പരാതി ഈ സംഭവം നടന്ന് അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയം വരെ ഈ പറയുന്ന DYFIക്കാർക്ക് ആർക്കും യാതൊരുവിധ പരിക്കുകളും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ മാള പോലീസ് പറയുന്നത് അനുസരിച്ച് അവിടെ ഇവർക്ക് ഭയങ്കര ഗുരുതര പരിക്കുകളാണ് എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും അത് സത്യസന്ധമായൊരു കാര്യമല്ല. കാരണം കള്ളപ്പരാതിയുടെ പുറത്താണ് ഇവിടെ BJPയുടെ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 6 വർഷമായി മാള സ്റ്റേഷനിലെ SHO ആയി തുടരുന്ന സജിൻ ശശി CPIMനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും മനഃപൂർവ്വം തങ്ങൾക്കെതിരെ കള്ളക്കേസ് എടുത്തതാണെന്നും BJP പ്രവർത്തകർ ആരോപിച്ചു. ഈ വിഷയത്തിൽ SHO സജിൻ ശശിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇവർ അറിയിച്ചു. മീഡിയ ടൈം, മാള. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ.
ചാലക്കുടി നഗരസഭ വൈസ് ചെയർമാൻ പദവിയിലേക്ക് സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് നഗരസഭ കോൺഗ്രസ് കൗൺസിലർ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത്. നേരത്തെ ഉണ്ടാക്കിയ ധാരണയിൽ ആദ്യം ടോം വൈസ് ചെയർമാൻ സ്ഥാനം തനിക്കായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ധാരണ അട്ടിമറിച്ചു. പുതിയ ധാരണയനുസരിച്ച് അവസാനത്തെ 1 വർഷമാണ് തനിക്ക് വൈസ് ചെയർമാൻ സ്ഥാനം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇത് ഏറ്റെടുക്കുന്നില്ലെന്നും വിയോജനക്കുറിപ്പ് നൽകിയതായും ബിജു എസ് ചിറയത്ത് പറഞ്ഞു. ചേർപ്പ് ചെവ്വൂരിൽ അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന 6 വയസ്സുകാരൻ കാറിടിച്ചു മരിച്ചു. പെരുവനം സംസ്കൃത സ്കൂളിന് സമീപം താമസിക്കുന്ന മാതൃഭൂമി തൃശൂർ യൂണിറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചക്കാലക്കൽ അരുൺകുമാർ കൃഷ്ണപ്രിയ ദമ്പതിമാരുടെ മകൻ കൃഷ്ണസ്വരൂപാണ് മരിച്ചത്. തൃപ്പൂണിത്തറ ഭവൻസ് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ചെറുവത്തേരി സ്വദേശിയായ അരുൺകുമാർ ചെറുവത്തേരി 10ാം ഉദയം കാവടി കണ്ട് മടങ്ങവേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ചൊവ്വൂർ കപ്പേളിക്ക് സമീപത്താണ് അപകടമുണ്ടായത്. അച്ഛനായ അരുൺകുമാർ കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇത്തവണയും ക്രിസ്മസ് കാലത്ത് ബെവ്കോയിൽ റെക്കോർഡ് വിൽപ്പന. ക്രിസ്മസ് ദിവസം വിറ്റത് 333 കോടിയുടെ മദ്യം. കഴിഞ്ഞ വർഷത്തേക്കാൾ 53 കോടിയുടെ അധിക വിൽപ്പനയാണ് നടന്നത്. ക്രിസ്മസ് തലേന്ന് വിറ്റത് 224 കോടിയുടെ മദ്യം. ക്രിസ്തുമസിനും തൊട്ടു മുൻപുള്ള 3 ദിവസങ്ങളിലുമായി കേരളത്തിൽ വിറ്റഴിച്ചത് 791 കോടിയുടെ മദ്യമാണ്. ക്രിസ്മസ് കാലത്ത് റെക്കോർഡ് വിൽപ്പനയാണിതെന്ന് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് 10 ദിവസം കുടിച്ചു തീർത്തത് 921 കോടി രൂപയുടെ റെക്കോർഡ് മദ്യമാണ്. 70 കോടി മദ്യക്കുപ്പികളാണ് പ്രതിവർഷം ശരാശരി വിറ്റഴിക്കുന്നത്. നവീകരിച്ച കൂഴൂർ തെക്കൻ താണശ്ശേരി സെന്റ് സേവിയേഴ്സ് ദേവാലയത്തിന്റെ പ്രതിഷ്ഠയും കുദാശയും ഡിസംബർ 28 നടക്കുമെന്ന് ഭാരവാഹികൾ മാളയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ പോളി കണ്ണുക്കാടൻ പ്രതിഷ്ഠാ കുദാശ ചടങ്ങുകൾ നിർവഹിക്കും. 218 വർഷത്തെ പാരമ്പര്യവും വിശ്വാസ പൈതൃകവുമുള്ള ഒരു ഇടവകയാണ്. അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇത് 3ാം ഘട്ടത്തിൽ ദേവാലയം നവീകരിക്കുന്ന ഉദ്യമം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുകയാണ്. അതിൻ്റെ കൂദാശയും പ്രതിഷ്ഠയും ഇരിങ്ങാലക്കുട രൂപത അധ്യക്ഷൻ അഭിമന്യമാർ പോളി കണ്ണുകാടൻ പിതാവ് 2025 ഡിസംബർ 28-ാം തീയതി വൈകിട്ട് 4 മണിക്ക് നടത്തുകയാണ്. 3 വിശേഷണങ്ങളാണ് ഈ ദേവാലയത്തിന് കൊടുക്കാനുള്ളത്. 10 ലക്ഷം ജപമാല ബലൂണിൽ പറത്തുന്ന ചടങ്ങും ദേവാലയത്തിന്റെ പ്രധാന കവാടം തുറക്കൽ, ശിലാഫലകം അനാച്ഛാദനം, ഇടവകയിലെ കുടുംബാംഗങ്ങളുടെ കൈപ്പടയിൽ എഴുതിയ സമ്പൂർണ്ണ ബൈബിൾ സമർപ്പണം, കാരുണ്യ പദ്ധതികൾ, സുവനീർ, ഡയറക്ടറി പ്രകാശനം, അനുമോദനം എന്നീ ചടങ്ങുകൾ നടക്കും. പത്രസമ്മേളനത്തിൽ ഫാദർ നെവിൻ ആട്ടോക്കാരൻ, വിൽസൺ കണ്ടംകുളത്തി, PP ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് ഫ്രാൻസിസ് കോലഞ്ചേരി, ജോർജ് കൊടിയൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. പൊയ്യപ്പൂപ്പത്തി SNDP ശാഖായോഗം ഗുരുദേവ പ്രതിഷ്ഠ ദിനാഘോഷം നടന്നു. എറണാകുളം അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സ്പെഷ്യൽ ജഡ്ജി CK മധുസൂദനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ സന്ദർഭങ്ങൾ അതൊക്കെ വളരെ നല്ല രീതിയിൽ വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കപ്പെടുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മളെല്ലാവരും, ഇപ്പോൾ ഞാനായാലും നിങ്ങൾ ഇരിക്കുന്ന ഓരോരുത്തരായാലും നമ്മുടെ വേദിയിലിരിക്കുന്ന ഉന്നത സ്ഥാനങ്ങളിലുള്ള എല്ലാവരും നമ്മളെല്ലാവരും ഏതെങ്കിലും സ്ഥാനത്ത് ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ നമ്മൾ അത്യന്തികമായിട്ട് ഗുരുദേവനോട് കടപ്പെട്ടിരിക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്, നമുക്കറിയാം ഈ കേരളത്തിലെ ഏറ്റവും അംഗബലമുള്ള ഒരു സമുദായം സ്വന്തം കഴിവ് എന്താണെന്നറിയാതെ, സ്വന്തം ശക്തിയിൽ വിശ്വസിക്കാതെ, സ്വന്തം നമ്മുടെ ഭാഗ്യം നമുക്ക് വിലവെച്ചാനുള്ള നമ്മുടെ കഴിവ് അറിയാതെ കുറേ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ പിന്നോക്കരാണെന്ന് സ്വയം വിശ്വസിച്ച് കഴിയുന്ന ഒരു വലിയ സമൂഹം. ആ സമൂഹത്തിനെ ശരിക്കും ഉണർത്തി ആ സമൂഹത്തിൻ്റെ കഴിവെന്താണ്, നിങ്ങളുടെ ഓരോരുത്തരിലും നിങ്ങളുടെ കഴിവെന്താണ് എന്ന് കാണിച്ചു തന്ന് നമ്മളെ കർമ്മ ജീവമുള്ളവരാക്കി അത് ഗുരുദേവൻ. ദീപപ്രജ്വലനം, ഗുരുപൂജ, പ്രസാദ വിതരണം, കലാകായിക മത്സരങ്ങൾ, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കൽ, പ്രഭാഷണം എന്നിവ നടന്നു. PM രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. SNDP മാള യൂണിയൻ സെക്രട്ടറി CD ശ്രീശാൽ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ CS സുദർജനൻ, PP രാജൻ,
MV ലാലു, TR ഉണ്ണികൃഷ്ണൻ, KK സത്യപ്രകാശൻ, CK ശശീന്ദ്രൻ, മഞ്ജുഷ, PM രാധാകൃഷ്ണൻ, സുലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ശുദ്ധജലക്ഷാമം രൂക്ഷമായ സമയത്തും അധികൃതരുടെ അനാസ്ഥ മൂലം കുടിവെള്ളം പാഴാകുന്നു. വെള്ളാങ്കുളൂർ ബ്ലോക്ക് ഓഫീസിന് സമീപമാണ് ജലനിധിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. 2 തവണ ഇവിടെ പൈപ്പ് മാറ്റി സ്ഥാപിച്ചെങ്കിലും വെള്ളം ലീക്ക് ആവുകയായിരുന്നു. വിവരം ജലനിധി അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോൺഗ്രസിൽ കലാപം പുതിയ തലത്തിലേക്ക്. തനിക്കെതിരെ അച്ചടക്ക നടപടിയുമായി വന്നാൽ പാർട്ടിക്കെതിരെ പല വെളിപ്പെടുത്തലും നടത്തുമെന്ന് കൗൺസിലർ ലാലി ജെയിംസ്. വിവാദങ്ങൾക്കിടയിൽ തൃശൂർ മേയറായി ഡോക്ടർ നിജി ജസ്റ്റിൻ സത്യപ്രതിജ്ഞ ചെയ്തു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചെയർപേഴ്സണായി CPIMലെ ഹണി പീതാംബരൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ചാലക്കുടിയിൽ ആലിസ് ഷിബു. പുത്തഞ്ചേരിയിൽ ക്രിസ്മസ് കരോളിനിടയിൽ സംഘർഷം. DYFI പ്രവർത്തകർ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ അസഭ്യം പറഞ്ഞ് മർദ്ദിപ്പിച്ചതായി പോലീസിൽ പരാതി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.